നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ പിടിച്ചുവെക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും അവകാശമില്ല. സുപ്രീംകോടതി അസന്നിഗ്ധമായി ഈ വിധി പ്രസ്താവിച്ചപ്പോൾ എതിർ ശബ്ദം ആദ്യം ഉയർന്നത് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിൽ നിന്നാണ്. ഭരണഘടന അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കാത്തപ്പോൾ സുപ്രീംകോടതി എങ്ങനെ തീരുമാനിക്കുമെന്നാണ് ഗവർണർ ഉയർത്തിയ ചോദ്യം. ഭരണഘടനാ ബെഞ്ചിന് വിഷയം വിടണമെന്നായിരുന്നു ഗവർണർ നിർദ്ദേശിക്കുന്നത്. പാർലമെന്റ് സമയപരിധി നിശ്ചയിക്കണമെന്നാണ് ഗവർണർ പറയുന്നത്. സമയപരിധി നിശ്ചയിക്കാത്തപ്പോൾ എത്ര കാലവും നീട്ടിക്കൊണ്ടു പോകാമെന്നാണോ അർത്ഥം? എത്രയും വേഗം ചെയ്യണം എന്നുകൂടിയല്ലേ ഈ സമയപരിധി ഇല്ല എന്നതിന്റെ അർത്ഥം? നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് ഒപ്പിടണം, അതല്ലെങ്കിൽ ഒപ്പിടാതെ മടക്കണം, ഇതൊന്നുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിലൊന്ന് അതിവേഗം ചെയ്യണം എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ് സുപ്രീം കോടതി ഗവർണർമാരോട് പറയുന്നത്. സുപ്രീം കോടതിയുടേത് അമിതാധികാര പ്രയോഗമാണെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞത്. പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് അതൊരു പക്ഷേ ശരിയാണെന്ന് തോന്നും. പക്ഷേ ഭരണഘടന കമ്പോട് കമ്പ് വായിച്ചിട്ടുള്ള ഒരാൾക്കും ആ വിധിയിൽ അത്ഭുതം തോന്നേണ്ടതില്ല. സമയപരിധി വച്ച് ഒരു ജോലി ചെയ്യാൻ ഗവർണർ സർക്കാർ ഉദ്യോഗസ്ഥനല്ല. അതാണ് ഭരണഘടന പറയുന്ന കാര്യം. ഗവർണറുടെ ആകെ ജോലി നിയമസഭയും മന്ത്രിസഭയും പാസാക്കുന്ന ബില്ലുകളിലും ഓർഡിനൻസുകളിലും ഒപ്പിടുക എന്നത് മാത്രമാണ്. അതിന്റെ സമയപരിധി എത്രയും പെട്ടെന്ന് എന്നാണെന്നാണ് ഭരണഘടനയിലെ ആ വരികൾ വായിച്ചാൽ മനസ്സിലാകുന്നത്. കയ്യിൽ കിട്ടിയ ബില്ല് ഗവർണർ ഒന്നുകിൽ ഒപ്പിടണം, അതല്ലെങ്കിൽ നിയമസഭയിലേക്ക് മടക്കി അയക്കണം. നിയമസഭ അത് വീണ്ടും പാസാക്കിയാൽ ഒപ്പിടണം. ഇത് രണ്ടുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്നുള്ളൂ. ഒരു ബില്ലും കൈവശം വയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഗവർണർമാർ ബില്ലുകൾ ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണമെന്ന് ഭരണഘടന പറയാത്തതിന് ഒരു കാരണമേയുള്ളൂ. ഗവർണർമാരെ ക്ലർക്കുമായിട്ടല്ല ഭരണഘടന പരിഗണിക്കുന്നത്. അവർ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ്. ജനായത്ത സഭകൾ പാസാക്കുന്ന ബില്ലുകൾ മനസ്സിരുത്തി വായിച്ച് ഒപ്പിടുകയോ മടക്കുകയോ ചെയ്യാനുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അത് ഗവർണർമാരോടുള്ള ബഹുമാനം കൊണ്ട് ചെയ്തത് എന്നാണ് ഭരണഘടന വായിക്കുന്നവരൊക്കെ മനസ്സിലാകുന്നത്. സുപ്രീം കോടതി അമിതാധികാര പ്രയോഗം നടത്തിയെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറയുന്നത്. ഭരണഘടന പറയാത്ത സമയപരിധി നിശ്ചയിക്കുന്നത് അമിതാധികാര പ്രയോഗമാണെന്നാണ് ആ വാദം. പാർലമെന്റ് നിയമം പാസാക്കുകയോ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പറയുകയോ ആണ് വേണ്ടതെന്നും ഗവർണർ പറയുന്നു. ഈ വാദം പെട്ടെന്ന് ഭരണഘടനാപരമായി ശരിയാണെന്ന് തോന്നാം. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നാണ് ചോദ്യം. അത് ജുഡീഷ്യൽ ആക്ടിവിസം അല്ലേ എന്നാണ് വിമർശനം. ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സമയത്തല്ല സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിടുന്നത്. ഒരു ബില്ല് പാസാക്കി 3 വർഷം കഴിഞ്ഞിട്ടും ഒപ്പിടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. അത് ഒരു തമിഴ്നാട്ടിലെ മാത്രം പ്രശ്നമല്ല. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി പശ്ചിമ ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോൾ ഇതിലേറെ കാലമായ ബില്ലുകൾ പോലും ഒപ്പിട്ടിരുന്നില്ല. തെലങ്കാനയിലും ആന്ധ്രയിലും ഇതുതന്നെ സംഭവിച്ചു. കേരളത്തിൽ 23 മാസമായ ബില്ലുകൾ വരെയാണ് ഗവർണർ ഒടുവിൽ രാഷ്ട്രപതിക്ക് അയച്ചത്. രാഷ്ട്രപതി അതിൽ ഒരെണ്ണം അംഗീകരിക്കുകയും ബാക്കി തള്ളുകയും ചെയ്തു. ബില്ലുകൾ ഗവർണറും രാഷ്ട്രപതിയും തള്ളിയാൽ നിയമസഭയ്ക്ക് വീണ്ടും പാസാക്കി അയക്കാം. അപ്പോൾ ഗവർണർ ഒപ്പിട്ടേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ രണ്ടാമത് വരുന്ന ബില്ലുകളും അനിശ്ചിതമായി കയ്യിൽ വെച്ചിരുന്നാലോ? അങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ചത്. ജനാധിപത്യ സഭകൾക്കുമേൽ വെറും വ്യക്തികളായ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ ഒരധികാരവുമില്ല. സുപ്രീം കോടതി ആ പരമമായ സത്യമാണ് ഓർമ്മിപ്പിച്ചത്. നിയമസഭ പാസാക്കുന്ന ബില്ല് അനന്തമായി വൈകിക്കുക എന്നാൽ ജനാധിപത്യത്തെ അവഹേളിക്കുക എന്നാണ് അർത്ഥം. ബില്ല് വീറ്റോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അനുമതി വൈകിയാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ബില്ല് ഭരണഘടനാപരമാണോ എന്ന് സംശയം ഉയർന്നാൽ അത് പരിഗണിക്കേണ്ടത് ഗവർണറോ രാഷ്ട്രപതിയോ അല്ല, സുപ്രീം കോടതിയാണ്. അത്തരം സംശയങ്ങൾ ഉന്നയിക്കേണ്ടത് കോടതിയിലാണ്. കോടതിയുടെ അധികാരത്തിൽ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ തീരുമാനമെടുക്കാനാവില്ല എന്നാണ് കോടതി പറഞ്ഞു വച്ചത്. രാഷ്ട്രപതി എന്ന വ്യക്തിയോ ഗവർണർ എന്ന വ്യക്തിയോ അല്ല ബില്ലുകളുടെ ഭരണഘടനാ സാധുത പരിശോധിക്കേണ്ടത്. അത് ജനായത്ത സഭകളും പരമോന്നത നീതിപീഠവുമാണ്. ഭരണഘടനാ വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ചുമതലയാണ് സുപ്രീം കോടതിക്കുള്ളത്. ആ ചുമതല ഏത് പദവിയിലിരിക്കുന്നവരാണെങ്കിലും വ്യക്തികൾ ഏറ്റെടുക്കാൻ പാടുള്ളതല്ല.
2 പേരുള്ള സുപ്രീം കോടതി ബെഞ്ചിന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ 5, 7, 9 അംഗങ്ങളുള്ള ബെഞ്ചിന് വിടും. ഭരണഘടനാ ബെഞ്ചുകൾ എന്ന സംവിധാനം തന്നെ അതിനാണ്. സർക്കാർ നിയമിക്കുന്ന ഗവർണർ എന്ന വ്യക്തിക്ക് ജനാധിപത്യ സഭകളെ അനുസരിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്. ബിൽ ഒപ്പിടാതെയും സർവകലാശാലകളിൽ സ്വന്തം തീരുമാനം നടപ്പാക്കിയുമെല്ലാം ഗവർണർമാർ കളിക്കുന്നത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ഗവർണറുടെ തത്വശാസ്ത്രത്തിന് വിധേയപ്പെട്ടവരല്ല ഭരിക്കുന്നത് എങ്കിൽ ഏതു വിധേനയും ഉപദ്രവിക്കാമെന്നർത്ഥമുണ്ടോ? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമൊക്കെ ഭിന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവർ അധികാരത്തിൽ വരുന്നു എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭംഗി. അതില്ലാതാക്കാൻ ശ്രമിച്ചാൽ അപകടത്തിലാകുന്നത് ഫെഡറലിസം തന്നെയാണ്. തെലുങ്കും തമിഴും കന്നഡയും മലയാളവും ബംഗാളിയും ഗുജറാത്തും മറാത്തിയും ഒക്കെ പറയുന്നവർക്ക് ഭിന്നമായ രാഷ്ട്രീയ ബോധമുണ്ട്. അത് അംഗീകരിക്കാൻ ഗവർണർമാർക്കും അവരെ നിയമിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര സർക്കാർ സ്വന്തം രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കേണ്ടത് അണികൾ വഴിയാകണം, ഗവർണർമാർ വഴിയാകരുത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.